ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അമൃതം പൊടി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് അമൃതം പൊടി നമുക്ക് നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നര ഗ്ലാസ്സാണ്. പിന്നെ 1 ഗ്ലാസ് നിറച്ചില്ല, ഇത്രയും തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഈ 1 സ്പൂണിന് 1 സ്പൂൺ ചോറ്. ഇനി നമുക്കിതിൽ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇരുന്ന ഗ്ലാസ്സാണ്, ഞാൻ അതിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിൽ തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിനകത്ത് ഈസ്റ്റോ പിന്നെ നമ്മുടെ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വട്ടപാത്രത്തിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഇതിനകത്ത് നമ്മുടെ ജാറിനകത്ത് ഒഴിച്ച് ഇച്ചിരി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചില്ലേ ഫസ്റ്റ് പാത്രത്തിൽ, അത് നല്ല കട്ടിയാണ്, കാണുന്നില്ല, അത് നല്ല കട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുകൂടെ ഒഴിച്ച് കൊടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ശരിയാകും. നമുക്കിത് നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ ആദ്യം ഒഴിച്ചതിൽ അത് ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് യോജിപ്പിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ മധുരം നമുക്ക് നോക്കാം. അതായത് അമൃതം പൊടിയിൽ ഓൾറെഡി അത് മധുരമാണല്ലോ. അപ്പം നമുക്ക് ആദ്യം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടാത്തത്. ഇനി നമുക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലിച്ചിരി കുറവാണ്, അതിപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ടീസ്പൂണിന് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമൊന്നും ഉപ്പിട്ട് കൊടുത്തില്ല. പിന്നെ നമുക്കിത് എല്ലാം കൂടെ യോജിപ്പിക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. ചിലർക്ക് ഒത്തിരി മധുരം വേണ്ടി വരും, ചിലർക്ക് ഒരു ആവറേജ് മധുരമൊക്കെ മതി. അപ്പം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മധുരമാണോ ആവശ്യം അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ, ഇത്രയും ലൂസായാലും മതി. ഇനി നമുക്കിത് ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ടത് വെച്ച് കൊടുക്കാം. നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അടുപ്പിലാണ്. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡലി പാത്രത്തിൽ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് പുഴുങ്ങിയെടുക്കാം. ഒരു അരമണിക്കൂറൊന്നും വേണ്ട, അതിന് മുന്നേ ഇത് ശരിയാകും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വട്ടയപ്പം എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം, കുത്തി നോക്കാവേ. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വട്ടയപ്പം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ
അമൃതം പൊടിയിലെ വട്ടയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇച്ചിരി ഒന്ന് മുറിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നല്ല കഴിക്കാൻ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തരാ.